തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. മൂന്ന് മുന്നണികളും LDF, UDF, NDA മൂന്ന് മുന്നണികളും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായി UDF ഒരു പിടി മുന്നിലാണ്, ഒരു മുഴം മുന്നേ ഓരോ കാര്യങ്ങളും നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, മറ്റു മുന്നണികളെക്കാൾ മുൻപേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങുകയും അതിൻ്റെ ഗുണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകമാനം UDFന് ഉണ്ടാവുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നൊരുക്കങ്ങൾ UDFും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസും നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിനോടകം തന്നെ UDF സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അത് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ മാസം 10-ാം തീയതിയോടുകൂടി തന്നെ UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ UDFിലെ ഓരോ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി നിർണയവും അതിവേഗം പൂർത്തിയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ആണ്. PV അൻവറാണ് ഇത്തവണ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ UDFന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങുന്നത്. അക്കാര്യം ഇന്ന് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൊടുത്ത മറുപടി അൻവർ അവിടെ ജയിച്ച് MLA ആയിട്ട് വരും എന്നാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, അൻവറാണോ സ്ഥാനാർത്ഥി? തീർച്ചയായിട്ടും അൻവർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഔദ്യോഗികമായിട്ടല്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ അധ്യക്ഷൻ ഇന്ന് നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഒരു മാസത്തോളമായിട്ട് PV അൻവർ ബേപ്പൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. UDFിൽ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയും ഒപ്പം തന്നെ CK ജാനുവിന്റെ പാർട്ടിയെയും അസോസിയേറ്റ് മെമ്പർമാരാക്കിയുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് PV അൻവർ അത്തരമൊരു നീക്കം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, UDF നേതൃത്വം ഏത് മണ്ഡലത്തിൽ മത്സരിക്കാൻ തന്നോട് പറയുന്നു അവിടെ പോയി മത്സരിക്കും, ഇനി മത്സരിക്കേണ്ട, 140 മണ്ഡലങ്ങളിലും പ്രചാരകനായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതിനും താൻ സന്നദ്ധനാണ്. മത്സരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല, പാർട്ടി പറഞ്ഞാൽ മാത്രം മത്സരിക്കും, മുന്നണി നേതൃത്വം പറഞ്ഞാൽ മാത്രം മത്സരിക്കും, ഏതെങ്കിലും സീറ്റ് താൻ ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എങ്കിൽ പോലും UDFിന്റെ നേതൃത്വത്തിന്റെ ഒക്കെ ഒരു നിർദ്ദേശത്തോടും അനുവാദത്തോടും കൂടി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഈ ബേപ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അദ്ദേഹം അവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ കേട്ട് ജനങ്ങളിൽ ഒരാളായിട്ട് മാറി അദ്ദേഹം പോകുന്നിടത്തെല്ലാം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തന്നെയായിട്ടാണ് എല്ലാവരും വിലയിരുത്തിയത്. എന്തായാലും അത് അങ്ങനെ തന്നെയാണ്. ബേപ്പൂരിൽ ഇത്തവണ UDFിന് സ്ഥാനാർത്ഥി PV അൻവർ തന്നെയാണ് എന്ന് ഇന്ന് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ അധ്യക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹം 2016-ൽ LDFിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ UDFിന്റെ കുത്തക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. 2021-ൽ അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു. എന്നാൽ 2024 അവസാനത്തോടു കൂടി അദ്ദേഹം LDFുമായി തെറ്റിപ്പിണങ്ങുന്നു. പ്രത്യേകിച്ചും LDFിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ, അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഒക്കെ തന്നെ മുന്നണിയിൽ നിന്നുകൊണ്ട് ശബ്ദമുയർത്തിയാണ് PV അൻവർ പുറത്തു വന്നത്. അങ്ങനെ 2025 ജനുവരി മാസം PV അൻവർ നിയമസഭാംഗത്വം രാജിവെക്കുന്നു. പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അന്ന് UDFുമായിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ എങ്ങും എത്തിയില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം അവിടെ മത്സരിച്ചത്. എന്നാലും അവിടെ UDF ഉജ്ജ്വല വിജയം നേടിയ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. അതിനുശേഷം UDFുമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണ് PV അൻവറിനെ UDFിലേക്ക് ഉൾപ്പെടുത്താനുള്ള തീരുമാനം എത്തിയത്. എന്തായാലും PV അൻവർ ഇത്തരത്തിൽ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, പിണറായിസം, മരുമോനിസം, അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് തൻ്റേത്. ഒരു കുടുംബ പാർട്ടിയായിട്ട് CPMനെ പിണറായി വിജയൻ മാറ്റുന്നു. നമുക്കറിയാം, 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ നിന്നും മുഹമ്മദ് റിയാസ് ആണ് മത്സരിച്ചത്. ആദ്യ അംഗത്തിൽ തന്നെ റിയാസ് അവിടെ നിന്നും ഏതാണ്ട് 28,747 വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടിയിട്ട് അവിടെ PM നിയാസ് ആണ് മത്സരിച്ചത്. ജയിച്ചു വന്ന ആദ്യ വേളയിൽ തന്നെ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നു.
അതും പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം പോലെയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതൊക്കെ തന്നെ പിണറായി വിജയന്റെ ഒരു ഫേവറിറ്റിസമായിട്ട് വിലയിരുത്തപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു പിണറായിസം, മരുമോനിസം, അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ആണെങ്കിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പി.വി. അൻവർ പോയത്. നേരത്തെ ഈ പറയുന്നത് പോലെ പിണറായിക്കെതിരെ നിശിത വിമർശനം ഉയർത്തി ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പി.വി. അൻവർ LDF-ൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക വൃന്ദങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശാനുസരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് RSS-ഉമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. BJP RSS-ഉം ഒക്കെ ആയിട്ട് CPM ബന്ധത്തിലാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ്. അദ്ദേഹം അതിനെ മൗനാനുവാദം നൽകുന്നുണ്ട്. അദ്ദേഹം ഒരു പാലമായിട്ട് അതിനെ നിൽക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പി.വി. അൻവർ ഉയർത്തി. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ജനദ്രോഹ നയങ്ങൾ ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി.വി. അൻവർ LDF-നുമായിട്ട് ഒരു പോരിലേക്ക് പോവുകയും പിന്നീട് CPM-നെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള സമരവുമായിട്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തത്. പിന്നീട് അദ്ദേഹം UDF-നൊപ്പം എത്തുകയായിരുന്നു. എന്തായാലും ഇത്തവണ ബേപ്പൂരിൽ മത്സരം കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2021-ൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിച്ച മുഹമ്മദ് റിയാസിന് പക്ഷേ പിന്നീട് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അവിടുത്തെ കണക്കുകൾ UDF-ന് വലിയ ആവേശം പകരുന്നതാണ്. ഈ ബേപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന് പരിധിയിൽ വരുന്നതാണ്. ആ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ അത്യുജ്വല വിജയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ അവിടെ മത്സരിച്ച് വിജയിച്ചത് മികച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ്. അന്ന് ബേപ്പൂരിൽ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 19,000-ലധികം വോട്ടുകളുടേതാണ്. അതിനുശേഷം കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലീഡ് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും LDF-ന് വലിയ ലീഡ് അവിടെ നേടാൻ സാധിച്ചില്ല. 1340 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ആ മണ്ഡലത്തിലുള്ളത്. അപ്പോൾ ആഞ്ഞു പിടിച്ചാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വളരെ ഉറച്ചൊരു വിശ്വാസം UDF-നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പി.വി. അൻവറിനെ പോലെ ജനകീയനായിട്ടുള്ള, ജനങ്ങൾക്കുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനകീയ നേതാവിനെ തന്നെ അവിടെ ഇറക്കാൻ, ഒരു കരുത്തുറ്റ പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനിച്ചു. എന്തായാലും അത്തരത്തിലുള്ള വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ വാർത്ത ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ പി.വി. അൻവർ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന്. അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ എവിടെ മത്സരിക്കുമെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ബേപ്പൂരിൽ തന്നെ മത്സരിക്കണമെന്നില്ല, പാർട്ടി എവിടെ മത്സരിക്കാൻ പറയുന്നു അവിടെ പോയി മത്സരിക്കും, അപ്പോൾ മണ്ഡലം ചിലപ്പോൾ മാറാം എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതായത് ബേപ്പൂരിൽ ഇത്തവണ മുഹമ്മദ് റിയാസ് മത്സരിച്ചില്ലെങ്കിലും അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹം അവിടെ ഒരു തോൽവി ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലം മുഹമ്മദ് റിയാസിന് വേണ്ടി പാർട്ടി കണ്ടെത്തിയാലും നമുക്ക് അതിനകത്ത് കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അത്തരത്തിലാണ് ബേപ്പൂരിലെ, പ്രത്യേകിച്ച് കോഴിക്കോട് മൊത്തത്തിൽ ഈ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഒന്നാകെ വലിയ മുന്നേറ്റമാണ് UDF നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ LDF നിലനിർത്തിയെങ്കിൽ പോലും അവർക്ക് കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിഞ്ഞില്ല. പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ അവിടെയും UDF-ന്റെ ഒരു മുന്നേറ്റം നടന്നു. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ LDF തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. അവിടെ ബേപ്പൂരിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് പാർട്ടിയും മുഹമ്മദ് റിയാസും മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കേണ്ട തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു മണ്ഡലം പാർട്ടി നൽകാനാണ് സാധ്യത. എന്തായാലും മുഹമ്മദ് റിയാസ് വരികയാണെങ്കിൽ അവിടെ ശക്തമായ ഒരു പോരാട്ടം നടക്കും. ഇപ്പോൾ അൻവർ പറയുന്നത് അവിടെ മത്സരിക്കുകയല്ല, അവിടെ വിജയം സുനിശ്ചിതമാണ്, താനല്ല ആര് മത്സരിച്ചാലും ബേപ്പൂർ വിജയം സുനിശ്ചിതമാണ് എന്ന് പി.വി. അൻവർ പറയുന്നുണ്ട്. അദ്ദേഹം ഇതിനോടകം തന്നെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഔദ്യോഗികമായിട്ടല്ല എങ്കിൽ പോലും KPCC അധ്യക്ഷൻ ഇന്ന് കേരളത്തിലെ UDF-ന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.